സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞ സർക്കാർ ഭരണം പൂർത്തിയാകുന്നതിന് മുൻപ് വാക്ക് പാലിക്കണമെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. കേരള എയ്ഡഡ് സ്കൂൾ അധ്യാപക മാനേജ്മെന്റ് സംയുക്തമായി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ വിവേചനം അവസാനിപ്പിക്കുക, കേട്ടറ്റ് ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അധ്യാപക നിയമന അംഗീകാരം ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾസ് അധ്യാപക മാനേജ്മെന്റ് സംയുക്ത സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയത്. മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂൾ അധ്യാപകരോട് കാണിക്കുന്ന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഇതൊക്കെ ധാരാളമായി പ്രഖ്യാപിക്കുന്ന ദിനങ്ങളുടെ മധ്യേയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വിദ്യാദാനം നിർവഹിക്കുന്ന അധ്യാപകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന അപേക്ഷയുമായിട്ടല്ല. ശമ്പളമേ ഇല്ലല്ലോ, അംഗീകാരമേ ലഭിച്ചിട്ടില്ലല്ലോ. ഒരു ക്രൂരമായ ഒരു സമീപനം എന്നതുപോലെ ഒരു വേദനയായി ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയായി ഇത് മാറിയിരിക്കുന്നു. തൊഴിലാളി വർഗത്തിന്റേതെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ കടുത്ത അപരാധമാണ് ചെയ്യുന്നതെന്ന് KCDC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഫാദർ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വിമർശിച്ചു. തൊഴിലാളി വർഗത്തിന്റേതായ ഒരു സമൂഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവര് ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ എത്ര. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നൊക്കെ ഒരു പാട്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണു തുറക്കാത്ത, ഹൃദയം വിശാലമാക്കാത്ത, കാത് തുറക്കാത്ത ആളുകളോട് തന്നെയാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ നീതിക്ക് വേണ്ടി കേഴുന്നത്. ശിവഗിരി മഠം സ്കൂൾസ് കോർപ്പറേറ്റീവ് മാനേജർ ബ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികൾ, പാറശാല ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ യൗസേബിയോസ്, KPMSA സെക്രട്ടറി കൊല്ലം മണി എന്നിവരും വിവിധ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളായ 1000-ഓളം അധ്യാപകരുമാണ് സെക്രട്ടേറിയറ്റിൽ നടന്ന മാർച്ചിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം.